വാർത്തകളിലേക്ക്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ വരവേൽക്കാനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നീണ്ട 2 മാസത്തെ അവധിക്കാലത്തിന് വിട. ഇനി പഠനകാലം. 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ആദ്യാക്ഷരം നുകരാനായി എത്തുക. കുട്ടികളെ വരവേൽക്കാൻ എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി പഞ്ചായത്ത് തലങ്ങളിലും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഒരുക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ പി ജയചന്ദ്രൻ ആലപിച്ച സ്വാഗതഗാനം വിദ്യാർത്ഥിനികൾ ആലപിച്ചും അതിനൊത്ത് നൃത്തച്ചുവടുകൾ വെച്ചുമാണ് കുട്ടികളെ വരവേൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം, പാഠപുസ്തകം എന്നിവയുടെ വിതരണവും ചടങ്ങിൽ നടക്കും. അറിവിന്റെ ആദ്യാക്ഷരം നുകരാനായി കരഞ്ഞും ചിരിച്ചുമൊക്കെ 10,000-കണക്കിന് കുട്ടികളായിരിക്കും ഓരോ സ്കൂളുകളിലേക്കും എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് മധുരവും കളിപ്പാട്ടവും നൽകി വിപുലമായിട്ടുള്ള ഒരു പ്രവേശനോത്സവം തന്നെയാണ് ഓരോ സ്കൂളിലും ഒരുക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരുമാനു. ഓൺലൈൻ വഴി പ്രവാസി മലയാളിയുടെ ATM-ൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 2 പേർ പിടിയിൽ. ബീഹാർ സ്വദേശികളാണ് പിടിയിലായത്. കോഴിക്കോട് നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. 2015 ജൂലൈ 8-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കാരപ്പറമ്പ് സ്വദേശിയായ പാറയ്ക്കൽ ഗോപിനാഥൻ എന്ന പ്രവാസിയുടെ ATM-ൽ നിന്നും 6.27 ലക്ഷം രൂപ കളവു പോകുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബീഹാർ സ്വദേശികൾ പിടിയിലാകുന്നത്. ഹൂഗ്ലിയിലെ ബസ്മാനിയ കോളനിയിൽ നിന്നുമാണ് ബംഗാൾ പോലീസിന്റെ സഹായത്തോടെ 2 പ്രതികൾ പിടിയിലാകുന്നത്. 5 പ്രതികൾ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. പ്രതികളായ ഗണേഷ്, പൈലി രവി എന്നിവരാണ് പ്രവാസി മലയാളിയായ ഗോപിനാഥന്റെ അക്കൗണ്ടിൽ നിന്നും ഓൺലൈൻ വഴി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അന്ന് തന്നെ സംശയം തോന്നാതിരിക്കാൻ മറ്റു പ്രതികളായ മുകേഷ് ഗുപ്തയുടെയും ആനന്ദ് പൈലിയുടെയും അക്കൗണ്ടിലേക്ക് വീണ്ടും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതായിരുന്നു ഇവരുടെ തട്ടിപ്പ് രീതി. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തെടുത്ത് അതിൽ നിന്ന് പൈസ പോയതൊക്കെ പിന്നാലെ പോയി നോക്കുമ്പോൾ ഈ പൈസ ഈ 2 അക്കൗണ്ടിൽ വീണ്ടും 3 അക്കൗണ്ടിലേക്കായിട്ട് ഓൺ ദ സ്പോട്ട് തന്നെ, മീൻസ് സെയിം ടൈം തന്നെ വീണ്ടും ട്രാൻസ്ഫർ ആണ്. അതൊരു പിടിക്കപ്പെടാനൊക്കെ വേണ്ടി ഇങ്ങനെ പൈസ പെട്ടെന്ന് മാറ്റി. നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷിയോട്ടോ അനുവദിച്ച വനിതകൾക്ക് സ്റ്റാൻഡ് പെർമിറ്റ് നൽകുന്നില്ലെന്ന് പരാതി. പത്തനംതിട്ട കോന്നിയിൽ ഷിയോട്ടോ പദ്ധതി പ്രകാരം ഓട്ടോ നിരത്തിലിറക്കിയ വനിതകൾക്കാണ് നഗരപരിധിയിൽ സ്റ്റാൻഡ് പെർമിറ്റ് നിഷേധിക്കുന്നത്. പരാതിയുമായി കളക്ടറെ അടക്കം സമീപിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഷീ ടാക്സി വനിതകൾ. വലിയ പ്രതീക്ഷയോടെയായിരുന്നു പത്തനംതിട്ട ടൗണിൽ ഷീ ഓട്ടോയുമായി ഇവർ നിരത്തിലിറങ്ങിയത്. എന്നാൽ പെർമിറ്റിനുള്ള ഇവരുടെ അപേക്ഷ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട RTO നിരാകരിച്ചു. കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോ അവര് പറയുന്നത്, ഞാനാണെങ്കിൽ എലിയിറക്കല ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡ് പെർമിറ്റ്. ആദ്യം എന്നോട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് എലിയിറക്കലാണ്ട് തരാം, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ചെന്ന് ചോദിച്ചും പറയണേ അവിടെ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കാരണം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും കൂടെ എഴുതി തന്നിട്ടുണ്ട്, തരത്തില്ല അങ്ങനെന്ന് പറഞ്ഞു. നിലവിൽ ടാക്സി പെർമിറ്റുകൾ അനുവദിക്കേണ്ടതില്ലെന്നുള്ള ബോർഡ് തീരുമാനം ചൂണ്ടിക്കാട്ടിയാണ് പെർമിറ്റ് അനുവദിക്കാത്തതെന്നാണ് RTO പറയുന്നത്. സാമ്പത്തിക നഷ്ടം സഹിച്ച് ഇനി മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ഈ വനിതകളും പറയുന്നത്. പിന്നോക്ക വനിതാക്ഷേമം ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇരകളാണ് ഈ വനിതകൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിൽ കാട്ടാനയെ വെടിവെച്ച് കൊന്നത് നാടൻ തോക്കുകൊണ്ടെന്ന് നിഗമനം. ഈയത്തിൽ നിർമ്മിച്ച തിരയാണ് ആനയുടെ മസ്തിഷ്കത്തിൽ നിന്ന് ലഭിച്ചത്. തിര ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു ബത്തേരി പുൽപ്പള്ളി റോഡിൽ കാട്ടാന വെടിയേറ്റ് ചരിഞ്ഞത്. തിങ്കളാഴ്ച പുലർച്ചെ 12-നും 2 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. ആനയുടെ ഇടതുകണ്ണിന് മുകളിൽ മുറിവേറ്റ പാടുണ്ട്. ഇന്നലെ തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. നാടൻ തോക്കിന്റെ തിരയാണ് ആനയുടെ മസ്തിഷ്കത്തിൽ നിന്ന് ലഭിച്ചത്. വാഹനത്തിൽ നിന്ന് നിറയൊഴിച്ചതായാണ് നിഗമനം. വനംവകുപ്പിന്റെ ഇതു സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. ജനവാസ മേഖലയോട് ചേർന്നാണ് സംഭവം നടന്നത്. വേട്ടയാടലല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതുമ്പോഴും മറ്റൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നതാണ് വനംവകുപ്പിനെ കുഴപ്പിക്കുന്നത്. കൊലപ്പെടുത്തുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും വനംവകുപ്പ് കരുതുന്നു.
വാഹനത്തിൽ നിന്നാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബാലിസ്റ്റിക് ടെസ്റ്റ് നടത്താനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവഴി കടന്നുപോയ വാഹനങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തിന് സഹായകമാവുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം വനംവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന മലാപ്പറമ്പ് സ്കൂളിന് മുന്നിൽ SFI പ്രവർത്തകർ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസ് ശൃംഖല ഉദ്ഘാടനം ചെയ്തു. 54 ദിവസമായി തുടർച്ചയായി പ്രതിഷേധം ഇരമ്പുന്ന മലാപ്പറമ്പ് സ്കൂൾ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചത്. SFI പ്രവർത്തകർക്ക് പുറമെ അധ്യാപകരും നാട്ടുകാരും സംരക്ഷണ സമിതി പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിചേർന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസാണ് ശൃംഖല ഉദ്ഘാടനം ചെയ്തത്. നാടിന്റെ നന്മ വിജയിക്കുവാനുള്ള ഒത്തൊരുമയോടെയുള്ള പോരാട്ടമാണ്. ആ സമരം ലാഭേച്ഛയല്ല, വിദ്യാഭ്യാസത്തെ പണമുണ്ടാക്കാനുള്ള മാതൃകയായി കാണിക്കുകയല്ല വേണ്ടത് എന്നുള്ള ഉറക്കെ പ്രഖ്യാപിക്കുന്ന മുദ്രാവാക്യത്തിന്റെ വിജയമാണ്. മലാപ്പറമ്പ് സ്കൂൾ ഭൂമാഫിയയ്ക്ക് വിൽക്കാനുള്ള നീക്കം മാനേജർ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംരക്ഷണ ശൃംഖല തീർത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൃഷിയിൽ വ്യത്യസ്തത തീർക്കുകയാണ് പ്രവാസി മലയാളിയായ തോമസ് പടയാടി. പടയാടിയുടെ ഹാർവെസ്റ്റ് പ്ലാന്റേഷൻസ് ആൻഡ് നഴ്സറി എന്ന കൃഷിത്തോട്ടം പച്ചപ്പിന്റെ ഒരു ഉത്സവമാണ്. പച്ചപ്പ് തിരക്കുന്ന തോട്ടത്തിൽ തെങ്ങും വാഴയും ജാതിയും ഒപ്പം നോനി എന്ന VIP ചെടിയുമുണ്ട്. തൃശൂർ മാളയിലുള്ള ഹാർവെസ്റ്റ് പ്ലാന്റേഷൻസ് ആൻഡ് നഴ്സറി എന്ന കൃഷിത്തോട്ടം വ്യത്യസ്തമായ അനുഭവമാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്നത്. പ്രവാസി വ്യവസായിയായ തോമസ് പടയാടി തന്റെ 1.5 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഈ നഴ്സറി നിർമ്മിച്ചത്. ഹാർവെസ്റ്റ് പ്ലാന്റേഷൻസിന്റെ മതിൽക്കെട്ട് കടക്കുന്ന നിമിഷം മുതൽ പച്ചപ്പിന്റെ മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. പ്രധാനമായും തെങ്ങിന്റെ വ്യത്യസ്തമായ ഇനങ്ങളാണ് ഹാർവെസ്റ്റ് നഴ്സറിയിൽ വളർത്തുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു 120ഓളം തെങ്ങുണ്ട്. അതെ, അത് പലതരമാണ്. മെയിനായിട്ട് സർണങ്കി മോർ ദാൻ 40 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഡീൻലൂഡി ഉണ്ട്. ഡീൻലൂഡി തന്നെ ഒരു 2 കളറിലുള്ളതുണ്ട്. സർണങ്കി 3 കളറിലുള്ളതുണ്ട്. പിന്നെ മലേഷ്യൻ കുള്ളൻ തെങ്ങ് അത് ഒരു 2 കളേഴ്സിലുണ്ട്. എന്നാൽ തെങ്ങു മാത്രമല്ല, വിവിധ ഇനത്തിൽപ്പെട്ട വാഴയും ജാതിയും പേരയുമൊക്കെ ഇവിടെ സുലഭമായി വളരുന്നു. എന്നാൽ നോനി എന്ന അപൂർവ ചെടിയാണ് ഹാർവസ്റ്റിലെ VIP. ക്യാൻസറിനുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഷാംപൂ അടക്കമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും മൾബറി വർഗത്തിൽപ്പെട്ട നോനി ഉപയോഗിക്കുന്നു. ദുബൈയിലും ഷാർജയിലും അബുദാബിയിലും ബിസിനസ് സ്ഥാപനങ്ങളുള്ള തോമസ് പടയാടി തന്റെ നഴ്സറി കൂടുതൽ വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ഡെസ്ക്. ഫുട്ബോളിലും ക്രിക്കറ്റിലും നാളെയുടെ താരമാകാൻ തയ്യാറായി 2.5 വയസ്സുകാരൻ. കൊല്ലം കാവനാട് സ്വദേശി സുനിൽകുമാർ ഗായത്രി ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് ഈ അത്ഭുത ബാലൻ. 1 വയസ്സിലാണ് സിദ്ധാർത്ഥന് കളിക്കാൻ ബാൾ നൽകിയത്. അന്ന് തുടങ്ങിയ കളി ഇപ്പോൾ കാര്യമായി. ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതിലും പാസ് ചെയ്യുന്നതിലും സിദ്ധാർത്ഥന് സ്വന്തം സ്റ്റൈലുണ്ട്. ഒപ്പം കളിക്കുന്നവർക്ക് ആത്മാർത്ഥതയില്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ വക ശകാരവും ഉറപ്പ്. ഇനി ക്രിക്കറ്റിലാണെങ്കിലും ബാറ്റ് പിടിക്കുന്നത് മുതൽ സ്ട്രൈക്ക് ചെയ്യുന്നതുവരെ തികഞ്ഞ പക്വതയാണ് സിദ്ധാർത്ഥിന്റേത്. വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം മകന്റെ അഭിരുചി മനസ്സിലാക്കി പ്രോത്സാഹനം നൽകുകയാണ് താല്പര്യമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അവന് കൂടുതൽ ക്രേസ് കളിയാ, അതിനോടാണ് ഞങ്ങൾ കൂടുതൽ ഇത് കൊടുക്കുന്നത്. അവന് കൂടുതൽ താല്പര്യമുള്ളതിനോട് തന്നെ കളിക്കാരനാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവനൊരു വലിയ കളിക്കാരനാവണമെന്നുള്ളതാണ്. പിന്നെ അവൻ്റെ ഭാവി എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മളെ ഒരു ആഗ്രഹം. സിദ്ധാർത്ഥ് എന്ന കുട്ടി നല്ല രീതിയിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. നല്ല സ്ട്രോക്കും നല്ല 2.5 വയസ്സ് തൊട്ട് തുടങ്ങിയത് നല്ലൊരു ഭാവിയുള്ള പയ്യനാണ്. നല്ല ഫീച്ചറാണ്, സ്ട്രൈക്ക് ചെയ്യും, നല്ല ഗ്രൗണ്ട് ഷോട്ടുകളായി സിക്സേഴ്സ് അടിക്കും, നല്ല എനർജിയാണ്, നല്ല സ്റ്റാമിന ആണ്. നല്ല രീതിയിൽ ആ കുട്ടിക്ക് ഒരു നല്ലൊരു ഫീച്ചറുണ്ട് ഭാവിയിൽ. റൊണാൾഡീഞ്ഞോ, മെസ്സി, സച്ചിൻ ടെണ്ടുൽക്കർ, കോഹ്ലി തുടങ്ങിയ കായിക താരങ്ങളുടെ പേരുകൾ ഈ കുഞ്ഞിവായിലൂടെ സ്ഫുടതയില്ലാതെ പറയുന്നത് കേൾക്കാനും ഒരു രസമാണ്. സിദ്ധാർത്ഥന് പ്രതിബന്ധങ്ങൾ ഇഷ്ടമല്ല. അത് കായിക രംഗത്താണെങ്കിലും ശരി, ഏത് രംഗത്താണെങ്കിലും ശരി, എന്തിനേയും അവൻ അതിജീവിക്കും. അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.
ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുവാനുള്ള സമഗ്രമായ പദ്ധതിയുമായാണ് വയനാട്ടിൽ മീനങ്ങാടി പഞ്ചായത്ത് ഇത്തവണ പ്രവേശനോത്സവത്തെ വരവേൽക്കുന്നത്. ട്രൈബൽ ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അഥവാ ടൈം എന്ന പദ്ധതി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന് പരിഹാരമാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ഒരുമയോടെ മികവിലേക്ക് മീനങ്ങാടി പഞ്ചായത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരാണിത്. ഇതിന്റെ ഭാഗമായാണ് ഞാനും ഞങ്ങളും സ്കൂളിലേക്ക് എന്ന പദ്ധതിയും. പഞ്ചായത്തിലെ 106 ആദിവാസി കോളനികളിൽ പ്രത്യേക സർവേ നടത്തി. ട്രൈബൽ പ്രൊമോട്ടർമാരുടെയും 31 മോട്ടിവേറ്റർമാരുടെയും സഹായത്തോടെ 140 കുട്ടികൾ പഠനം അവസാനിപ്പിച്ചതായി കണ്ടെത്തി. ഇവരെ സ്കൂളിലെത്തിക്കുകയാണ് മാതൃകാപരമായ കർമ്മപദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. സ്കൂളിലെത്തിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുന്നില്ല. അവരുടെ മോട്ടിവേഷൻ ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ തുടരാൻ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലേക്കുള്ള പരിപാടിയാണ് ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ പഠനമുപേക്ഷിക്കുവാനുള്ള കാരണങ്ങൾ ശാസ്ത്രീയമായി വിലയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തനതായ കഴിവുകളുടെ പ്രോത്സാഹനവും പ്രത്യേക ശ്രദ്ധയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി തടയാനും വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും പദ്ധതി സഹായിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. എറണാകുളം ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികൾക്ക് രൂപം നൽകി. മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് രൂപരേഖയായത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ജനകീയ കമ്മിറ്റികളുടെയും പാർട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിസര ശുചീകരണം നടത്തും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ നാട്ടുവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശുചീകരണ പ്രവൃത്തികൾ നടത്തണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഇതിന് സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 25,000 രൂപ ഒരു വാർഡിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ NHMൻ്റെയോ മറ്റോ ശുചിത്വ മിഷൻ്റെയോ മറ്റോ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് 25,000 ഉറുപ്പിക അവരുടെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കൊടുക്കണം. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് ഗുരുതര തെറ്റായി കണക്കാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ ഡോക്ടർമാരുടെ നിതാന്ത ജാഗ്രത വേണമെന്നും അവശ്യമരുന്നുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റികൾ കാര്യക്ഷമമാകണമെന്നും മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ MLA മാർ, കോർപ്പറേഷൻ മേയർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.